നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചാണ് ധ്യാനിച്ചിരുന്നത്. ധ്യാനിക്കുമ്പോഴൊക്കെ ഉള്ളിൽ പ്രാർത്ഥിക്കണേ മക്കളെ. പുനരുത്ഥാനം ഒരു ശക്തിയാണ്. ഈ ശക്തി വരുന്ന വഴികളാണ് നമ്മളിന്ന്, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വരുന്ന ജീവിത സാഹചര്യങ്ങളാണ് നമ്മളിന്ന് ധനവിചാരം നടത്താൻ പോകുന്നത്. നമ്മൾ ഇന്നലെ കണ്ടില്ലേ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരും, അതും പുനരുത്ഥാന അനുഭവമാണ്. പുനരുത്ഥാനത്തെക്കുറിച്ച് നീ യേശുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നീ ഒരു 75% കർത്താവിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചാണ് ഒത്തിരി ചിന്തിക്കണത്. നമ്മൾ 70% നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ 75% കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കും, 25% കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കും. ചില ആൾക്കാർ 25% ചിന്തിക്കത്തില്ല, 10% ചിന്തിക്കത്തുള്ളൂ. നീ പുനരുത്ഥാനത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു, അതാണ് നിൻ്റെ ആധ്യാത്മികത. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്തിനാണ് കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കുന്നത്? എന്താണെന്നറിയാമോ? നമ്മളുടെ ഒരു ലാസ്റ്റ് ചാപ്റ്ററാണത്. നമ്മുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ. എന്താ അത്? അതൊരു നീണ്ട ചാപ്റ്റർ, നിത്യമായൊരു ചാപ്റ്റർ, അധ്യായമാണ്. നിത്യത വരെ കർത്താവിൻ്റെ കൂടെ. ഞാൻ എപ്പോഴും ചിന്തിക്കുക അതിനെക്കുറിച്ച്. സെൻറ്റ് പോളാണ് ശരിക്കും പത്രോസിനേക്കാൾ കൂടുതൽ പുനരുത്ഥാനത്തെക്കുറിച്ച് ചിന്തിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് സെൻറ്റ് പോൾ സംസാരിക്കുന്നത് വളരെ ക്ലിയറാണ്. അത് പല വിഷയങ്ങൾക്ക് സമാധാനം തരണ കുറേ വാക്കുകൾ, പല വിഷയങ്ങൾക്കും. ഇപ്പോൾ ചിലർ പറയത്തില്ലേ, എന്നാ തോന്നിവാസം വേണമെങ്കിൽ ഇവിടെ ജീവിക്കാം ഇല്ലേ, 1, 2, 3 കല്യാണം കഴിച്ച് ഉപേക്ഷിച്ച് വേറെ ആൾ. ഇപ്പം നമ്മളതൊക്കെ സ്റ്റൈലായിട്ട് വരികയല്ലേ. സോഷ്യൽ മീഡിയ ഉള്ളപ്പോഴും ഓരോരുത്തർ കാണിക്കുന്നത് കേമത്തരങ്ങളൊക്കെ. ഒരു ജീവിത പങ്കാളിയെയും കുഞ്ഞിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അതായത് എന്നിട്ട് തന്ത്രപരമായിട്ട് നിയമപരമായിട്ട് രക്ഷപ്പെട്ടിട്ട് വീണ്ടും വേറെ ഒരു ആളെ ജീവിത പങ്കാളിയായിട്ട് സ്വീകരിച്ച് ഇങ്ങനെ പിന്നെ അതിനെ ഉപേക്ഷിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. കല്യാണരാമന്മാർ അങ്ങനെ പലതരത്തിലുള്ള കസർത്തുകൾ സമൂഹത്തിൽ കാണിച്ച് ദുർമാതൃക കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാലാന്തരത്തിൽ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതൊരു സമൂഹത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് മാറും, മരണ സംസ്കാരമായി മാറും ആത്മാവിനെ. അതായത് അത് അംഗീകരിക്കപ്പെട്ടു അറിയാതെ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതെല്ലാം കടന്നു പോവുകയാണ്. സോപ്പിട്ട് കഴുകിയ പോകുന്ന ഒരു ജീവിക്ക് വേണ്ടിയാണ് ഈ ഭൂമി ഇപ്പോൾ ഒളിച്ചിരിക്കണമെന്ന് ഓർക്കണം. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. കൊറോണ ഒരു സുവിശേഷം പോലെ നമ്മളങ്ങ് പഠിപ്പിക്കുകയാണ്. പക്ഷെ നമ്മൾ പഠിക്കണം. കാര്യം ഇതിൻ്റെ അപ്പുറത്തെല്ലാം ഒരു ജീവിതം. ഞാൻ ഈ സമയത്ത് കർത്താവിൻ്റെ വചനം വായിക്കുമ്പോഴേ അവരെ കണ്ടവർ മുഖം തിരിച്ച് കളഞ്ഞെന്നൊരു വചനമുണ്ട്. ഐസയ 53 ഐസയ 53:2. അവൻ ദുഃഖവും വേദനയും നിറഞ്ഞവനായിരുന്നു, അവനെ കണ്ടവർ മുഖം തിരിച്ച് കളഞ്ഞു. ഇതാണ് നമ്മൾ ഈ ഉടമ്പടി ധ്യാനത്തിൽ തന്നെ വീണ്ടും ആ വചനത്തെക്കുറിച്ച് ധ്യാനിക്കും. അവൻ ദുഃഖവും വേദനയും നിറഞ്ഞവനായിരുന്നു, അവനെ കണ്ടവർ. ഐസയ 53:3. അവനെ കണ്ടവർ മുഖം തിരിച്ച് കളഞ്ഞു. അതാണ് കർത്താവിൻ്റെ കാലത്തെ ഒരു സമൂഹം. വേദന, ദുഃഖം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ആരിലെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ചെയ്യണ പരിപാടി എന്താ? മുഖം തിരിച്ച് കളയുക. മുഖം തിരിച്ച് കളഞ്ഞു. നിസ്സാര കാര്യമല്ലത്. ഈ സമൂഹം തന്നെ അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത്. എവിടെയെങ്കിലും വേദന ഉണ്ട്, രോഗമുണ്ട്, ഉടനെ അത് കാണുന്ന ആൾക്കാർ എന്തു ചെയ്യും? ഉടനെ മുഖം തിരിച്ച് കളയും. അത് ഐസയ കർത്താവിന് 700 കൊല്ലം മുമ്പ് നടന്ന സംഭവം. സഹനദാസനെക്കുറിച്ച് പറയുന്നതാണ്. രക്ഷകൻ്റെ പ്രവചനങ്ങളിൽ ഒന്നാണത്. സഹനദാസൻ, സഫറിംഗ് സർവൻറ്റ്. പക്ഷേ കർത്താവിൻ്റെ കാലത്തോ തന്നെയാണല്ലോ അവസ്ഥ. സമരക്കാരൻ എങ്ങനെയാണ് കർത്താവ് സമരക്കാരൻ്റെ വേഷമെടുക്കേണ്ടി വരണത്? കാര്യം ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന മനുഷ്യൻ
കൊള്ളക്കാരുടെ കൈകൾ അകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ലൂക്കാ 10-ാം അധ്യായത്തിൽ വായിക്കണില്ലേ, അവനും പീഡിതനായി വേദനയും ദുഃഖവും നിറഞ്ഞവനായി. അതിനെ കടന്നു പോയ ലേവായനം പുരോഹിതനെ കുറിച്ച് പറയണത് എന്താണ്? ഇത് തന്നെയാണ്. പീഡിതനായ വ്യക്തി വേദനയും ദുഃഖവും നിറഞ്ഞവനാണ്. പക്ഷെ അവനെ കണ്ടപ്പോൾ മുഖം തിരിച്ചു പോയി. വേദനയോടും ദുഃഖത്തോടും മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ മൗലിക ഭാവം മുഖം തിരിച്ച് കളയാളതാണ്. ഈ മുഖത്തെ തിരിച്ചു കൊണ്ടുവന്നത് ആരാണ്? കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരാശിയുടെ മാനവ സമൂഹങ്ങളുടെ വേദനയെ ദുഃഖത്തെ കണ്ടിട്ട് മുഖം തിരിച്ച് കളയുന്ന ഒരു മനുഷ്യ സമൂഹത്തെ, മനുഷ്യരാശിയെ ആ വേദനയിലേക്കും അപരൻ്റെ വേദനയിലേക്കും ദുഃഖത്തിലേക്കും തിരിഞ്ഞുപോയ മുഖത്തെ നേരെ കൊണ്ടുവന്ന് അഭിമുഖമാക്കി വെച്ചത് വേദനയ്ക്ക് മനുഷ്യൻ്റെ മുഖത്തെ അഭിമുഖമാക്കിയവൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവ് യേശു ക്രിസ്തു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഇതാണ് വേദനപ്പെടുന്ന മനുഷ്യൻ്റെ മുഖത്തേക്ക് നമ്മുടെ മുഖം തിരിച്ചു വെക്കണില്ലേ, അതിനാണ് പൗലോസ് ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറയണത്. പൗലോസ് പല കാര്യങ്ങളെ പറയുന്നുണ്ട്. അതിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രതിഫലിപ്പിക്കുന്ന കുറേ ജീവിത സാഹചര്യങ്ങളുണ്ട്. വേദന എവിടെയുണ്ടോ, ദുഃഖം എവിടെയുണ്ടോ, പരിത്യക്തത എവിടെയുണ്ടോ, അവിടെയെല്ലാം എന്തിനുള്ളതാണ്? നമ്മുടെ മുഖം അങ്ങോട്ട് ദൈവനാമത്തിൽ തിരിക്കാനുള്ളതാണ്. അതാണ് ക്രിസ്തുവിൻ്റെ. ഇപ്പോൾ റോമ 8:9 എഴുതിയിട്ടുള്ളത്, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ ക്രിസ്തുവിനുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വേദനയുള്ള സ്ഥലങ്ങളിൽ ഒരു രോഗി, ഒരു പീഡിതൻ, ഒരു തകർച്ച വന്നവൻ, അവനിലേക്ക് മുഖം തിരിച്ച് നമ്മൾ മുഖം അഭിമുഖമാക്കി വെക്കുമ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്, അത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ക്രിസ്തുവിൻ്റെ ആശയങ്ങളെ, മനസ്സിലിരിപ്പിനെ, അതിൻ്റെ പേരാണല്ലോ വചനമെന്ന്. വചനത്തെ ആര് സംസ്വീകരിച്ച് നടപ്പിൽ വരുത്തുന്നുവോ, ഹീസ് ഹാവിങ് ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. അവനാണ് കർത്താവിൻ്റെ ആത്മാവുള്ളവൻ. അവൻ ആരാണെന്നാണ് പറയണത്? ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ ക്രിസ്തുവിനുള്ളവനാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ കർത്താവേ കർത്താവേ, അങ്ങയുടെ മനസ്സിലിരിപ്പ് അഥവാ തിരുവചനങ്ങള് വായിച്ച് ഗ്രഹിച്ച് അന്വേഷണീയമായി ക്ലേശങ്ങളുടെ നേരെ എന്റെ മുഖം ഞാൻ തിരിച്ച് കർത്താവിന്റെ ആത്മാവുള്ളവനായി മാറുമ്പോൾ ഞങ്ങൾ തന്നെ അങ്ങേക്കുള്ളവനായി മാറുന്നുവെന്ന സത്യാവസ്ഥയെ ഞങ്ങള് ജീവിതത്തില് നടപ്പിൽ വരുത്തുവാൻ അനുഗ്രഹിക്കണമേ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മളുടെ ഈ സമൂഹത്തിൽ നമ്മൾ കുറഞ്ഞ കാലം, മേ ബി ഒരു 2 വർഷം കൊണ്ടെന്നാണ് നമ്മൾ കുറേ പീഡകൾ, സാമൂഹ്യ ദുരിതങ്ങൾ അനുഭവിച്ചു. 2-3 വർഷത്തിനുള്ളിൽ നിപ്പ വൈറസ് വന്നു. അതിൽ കുറച്ച് പേര്, നമ്മുടെ ആൾക്കാർ 17 പേര് മരിച്ചു. ഇല്ലേ? നിസ്സാരമാണോ നമ്മുടെ കേരളത്തിൽ? ആ കുടുംബത്തിൻ്റെയൊക്കെ ഇന്ന അവസ്ഥ എന്തായിരിക്കും? കുടുംബനാഥന്മാരാണ് മരിച്ചതെങ്കിൽ ആ കുടുംബത്തിൻ്റെയൊക്കെ അനാഥാവസ്ഥ എന്തായിരിക്കും? അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉടനെ 2 പ്രളയങ്ങൾ വന്നു. ഇപ്പോഴത്തെ നമ്മൾ ക്വാറൻറ്റൈനിലാണ്. ഇങ്ങനെ പൊതുസമൂഹവും വ്യക്തികളും ഇപ്പോഴ് വേദനയോടെ കടന്നു പോകുകയാണ്. ഇത്രയും ദുരിതങ്ങൾ ഈ ജനം മുഴുവൻ അനുഭവിച്ചിട്ട് ഇന്ന് വരെ സഹജീവിയെ സഹായിക്കാത്ത ആൾക്കാരുണ്ട്. ഒന്ന് ചിന്തിച്ച് വെച്ചാൽ മതി. ഇത്രയും 3 എല്ലാവരും ചിന്തിക്കണത് എന്ത് സർക്കാർ എനിക്ക് തരും എന്നാണ് ചിന്തിക്കണത്. ഇപ്പം എന്ത് പഞ്ചായത്തിൽ നിന്ന് കിട്ടും, എന്ത് പള്ളിയിൽ നിന്ന് കിട്ടും, സർക്കാർ ഞാൻ എന്ത് കൊടുത്തു എന്നാണ് ചിന്തിച്ചിട്ടുണ്ടോ? ഈ 4 ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ്. നിൻ്റെ സഹജീവിക്ക് നീ എന്ത് കൊടുത്തു? നീ എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്തു? നീ എങ്ങനെ അവരുടെ വേദനയും ദുഃഖവും കണ്ടോ? അതോ നീ മുഖം തിരിച്ച് കളഞ്ഞോ? എന്നാൽ നീ ക്രിസ്തുവിനുള്ളവനല്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു രസം കേട്ടു. കാര്യം പ്രളയത്തിന് സർക്കാരിന് കൊടുത്ത സംഭാവന കൊടുത്ത ചെക്കുകളിൽ 6 കോടിയോളം വണ്ടി ചെക്കായിരുന്നെന്ന്. എനിക്കറിയത്തില്ല, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയതാണ്.
നമുക്ക് ഈ വിഷയം വെരിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാർ ചെയ്യുമെങ്കിൽ ഗവൺമെൻറ് എന്തുകൊണ്ട് അതിന് ആക്ഷൻ എടുക്കണില്ല? ആ ചെക്കുകളെല്ലാം, വണ്ടി ചെക്കുകളെല്ലാം അതാത് വ്യക്തികളുടെ പഞ്ചായത്തിൽ അയച്ചു കൊടുക്കണം. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ മുമ്പിൽ നല്ല ആളായിട്ട് ചമയുകയും അതേസമയം തന്നെ സമൂഹത്തിനെ പറ്റിക്കുകയും ചെയ്യുക. അർത്ഥ കൈക്ക് ഒപ്പിതക്കാത്ത ആൾക്കാർ. അതായത് ഈ ക്രിസ്തുവിൻ്റെ ചൈതന്യം എങ്ങനെയാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ പ്രാവർത്തികമാകേണ്ടതെന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അച്ഛാ ദുഷ്ടനെ ഇങ്ങനെ പിടപ്പന പോലെ വളരണുണ്ടല്ലോ എന്ന് പറയും. ഇപ്പം കൊടുത്താലും എന്താ പ്രയോജനം? കൊടുത്തില്ലേലും എന്താ പ്രയോജനം? കർത്താവ് അല്ല അവസാനം എല്ലാവരോടും ക്ഷമിക്കുമ്പോൾ എല്ലാം തീർന്നില്ലേ? ഇങ്ങനെ കുറേ ആൾക്കാർ ധരിച്ചു വച്ചിട്ടുണ്ട്. കാര്യം 5 പെണ്ണ് കെട്ടി താമസിച്ച് 4 വഴിയാധാരമാക്കി കണ്ടവൻ്റെ മുതൽ പിടിച്ചു പറിച്ചു. ഇപ്പം പള്ളി തുറക്കാൻ ആർക്കും ആഗ്രഹമില്ല. ബാർ തുറക്കാൻ ഭയങ്കര സന്തോഷം കാത്തിരിക്കുകയും എവനെയും ക്രിസ്ത്യാനി എന്നാണ് വിളിക്കണത്. ഇതാണ് അവസ്ഥ. കർത്താവ് എന്നാണ് ഈ ദേവാലയം തുറന്ന് കിട്ടുക എന്ന് വിചാരിക്കുന്ന വ്യക്തികളുടെ എണ്ണമാണോ, കർത്താവ് എന്നാണ് ഈ ബാറെന്ന് തുറന്ന് കിട്ടുക എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാറ് തുറക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതിനെന്താ അച്ഛനെന്താ? ഇതെല്ലാം അവസാനം ഇവിടെ തോന്നിവാസമായിട്ട് ജീവിക്കണവനും എങ്ങനെയെങ്കിലും കുടുംബം തേച്ച് കഴുകി ജീവിക്കണവനും അവസാനം കുടുംബമേ എന്നും പറഞ്ഞ് സമൂഹമേ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവനും അവസാനം കർത്താവ് ക്ഷമിക്കുമ്പോൾ എല്ലാം ഒരുപോലെ ആകല്ലേ. പിന്നെ നമ്മൾ നന്മ ചെയ്തിട്ട് എന്നാ കാര്യം? അങ്ങനെ ഡിസ്കറേജിലാകുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെ നന്മ ചെയ്തിട്ട് അധൈര്യപ്പെടുന്നവരെക്കുറിച്ച് അവരുടെ ധൈര്യത്തിന് വേണ്ടിയാണ് ഈ സുവിശേഷ പ്രഭാഷണം വരാൻ പോകുന്നത്. അടുത്ത വചനങ്ങളിലേക്ക് പോകുന്ന മുമ്പ് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ 1 കൊറിന്ത്യൻസ് 15:41-42 വചനങ്ങളാണ്. അതായത് സൂര്യൻ്റെ തേജസ് 1. അദ്ദേഹം മഹത്വത്തിൻ്റെ ഗ്രഡേഷൻസ് പറയുന്നതാണ്. ഹൃദയമാണ് ഭയങ്കര. നിങ്ങൾക്കത് ആ വചനം വായിക്കാം. 1 കൊറിന്ത്യൻസ് 15:41-42 വചനങ്ങൾ. അതായത് സൂര്യൻ്റെ തേജസ് 1, ചന്ദ്രൻ്റേത് 1, അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടേത് വേറെ 1. തേജസ്സിനെ കുറിച്ച് പറയണം. സൂര്യൻ്റെ തേജസ് 1, ചന്ദ്രൻ്റേത് 1, നക്ഷത്രങ്ങളുടേത് വേറെ 1. അപ്പം നോക്കിയാൽ ഇവർ തമ്മിൽ തേജസ്സിന് വ്യത്യാസമുണ്ടെന്ന്. തേജസ്സിന് വ്യത്യാസമുണ്ട്. അവരുടെ മഹത്വത്തിൻ്റെ തേജസ്സിന് വ്യത്യാസമുണ്ട്. വളരെ വ്യക്തമായി പറയണം. അത്രയും പറഞ്ഞ ശേഷം കുഴപ്പമില്ല നമുക്ക്. പക്ഷെ അതല്ല. ഉടനെ പൗലോസ് പറയും, ഇപ്പം നമ്മൾ 1 കൊറിന്ത്യൻസ് 15:42 ഉടനെ പറയും, ഇപ്രകാരം തന്നെയാണ്. ഇതുപോലെയാണെന്നല്ല പറയണത്, കട്ടൻ്റായിട്ടാണ് പറയണത്. ഇപ്രകാരം തന്നെയാണ്. എന്താണ്? മരിച്ചവരുടെ പുനരുത്ഥാനവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോഴേ തേജസ് നമ്മളിവിടെ എങ്ങനെയൊക്കെ ജീവിച്ച് പോയാൽ മതി. അവസാനം ഒരു ഉന്തിട്ട് ഒപ്രേഷ പോലെ ഒരു ആണ്ടുപ്രതി കുമ്പസാരവും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു രോഗി ലേപനവും അല്ലെങ്കിൽ തന്നെ അവസാനത്തെ ഒരു അനുതാപവും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് ആരും ധരിക്കണ്ട. അതാണ് പൗലോസ്. അപ്പോൾ ആ ഒരു ധാരണയാണല്ലോ ഇങ്ങനെ ഈ മനസാന്തരമൊക്കെ അവസാന കാലം വരെ കൊണ്ടുപോയി വെക്കേണ്ട കാര്യം. ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കാം. അവസാനം വരെ അടിച്ചു പൊളിച്ച് ദൈവത്തിനെയും വേണ്ട മനുഷ്യനെയും വേണ്ടാതെ ജീവിക്കാം. എന്നിട്ട് അവസാനം എല്ലാത്തിനും ഒരു അനുതാപപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. അപ്പോഴപ്പോഴും അപ്ഡേറ്റ് പോവുകയാണ്. അതായത് നീ ആർജിക്കുന്ന കൃപ ആനുപാതികമായിരിക്കും നിനക്ക് ലഭിക്കുന്ന മഹത്വ തേജസ് ഓരോ ആത്മാവിൻ്റെയും. ഇപ്പോൾ നമ്മൾ ചന്ദ്രൻ്റെ പടം കണ്ടില്ലേ? എന്താ സംഭവിക്കണത്? അപ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിലെ പതിയാത്ത സ്ഥലങ്ങളെല്ലാം വെളുത്തോണ്ട് കാണും, പ്രകാശിച്ച് കാണും. പതിയുന്ന സ്ഥലങ്ങളെല്ലാം ഇരുണ്ട് കാണും.
ഇതുപോലെ തന്നെയാണ് നമ്മുടെ സൽപ്രവർത്തികളിലും വരുന്ന ഒരു വിഷയം. യേശുക്രിസ്തുവിനാണ് കൃപയുടെ അടിസ്ഥാനം. കൃപയെന്ന് പറഞ്ഞാൽ അപ്പൻ്റെ നമുക്കറിയാം. ഇപ്പോഴ് 12:18 മത്തായിയുടെ സുവിശേഷത്തിൽ, അതായത് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അപ്പോഴേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രസാദിക്കുന്നതിനാണ് കൃപയെന്ന് പറയണത് നമ്മളെ. ബാക്കിയെല്ലാം ഫിസിക്കൽ ഫേവേഴ്സാണ്, കാഷ് ആൻഡ് കൈൻഡായിട്ട് നമുക്ക് കിട്ടുന്ന ഭൗതിക ആനുകൂല്യങ്ങളില്ലേ, അതെല്ലാം ബ്ലെസ്സിങ്സാണ്. പക്ഷെ കൃപ, ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൻ്റെ പ്രസാദമാണ്. ഈ അപ്പൻ്റെ പ്രസാദം നമുക്ക്, ഭൂമിക്ക്, മനുഷ്യരാശിക്ക് അവകാശമാക്കി ഓഹരിയാക്കി മാറ്റിയത് എങ്ങനെയാണ്? കർത്താവിൻ്റെ സഹനദാസ പ്രക്രിയയിലൂടെയാണ്. ഇപ്പം സഹനദാസനെക്കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടില്ലേ. എപ്പോഴും ഈ സഹനദാസൻ്റെ സങ്കട അവസ്ഥകളും വേദന അവസ്ഥകളും ഞെരുക്കത്തിൻ്റെ അവസ്ഥകളും ആ സഹനദാസന് ഒടുവിൽ ലഭിക്കും. ഇപ്പം സഹനദാസനെക്കുറിച്ച് പറയുമ്പോൾ ഐസയ 53:2 പറയും, വരണ്ട നിലത്തെ ചെടി പോലെ ആയിരുന്നു അവൻ. വരണ്ട നിലത്തെ ചെടി പോലെ. അതുപോലെ തന്നെ എന്താ പറയും, വരണ്ട നിലത്തെ മുള പോലെ. കാര്യം അത്രയ്ക്ക് വെള്ളം കിട്ടാതെ വലഞ്ഞ് വേദനിക്കുന്ന അവസ്ഥയാണ് വരണ്ട നിലത്ത്. ഈ ചെടിയെക്കുറിച്ച് വീണ്ടും ബൈബിൾ പറയണത് ജെറുസലേമിനെക്കുറിച്ച് പറയുമ്പോഴാണ് പറയണത്. എസെക്കിയേൽ പറയും, 6:7 പറയും, ചെടിയെക്കുറിച്ച് പറയും. ഈ രണ്ട് ഏതാണ്ട് ഒരേ രീതിയിലാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. എസെക്കിയേലിൻ്റെ 16:7 ഞാൻ കടന്നു പോയി അവളുടെ അടുത്ത് കൂടി, ഞാൻ എന്നിട്ട് അവളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? വളരുക, ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. ഈ രണ്ട് ഭാഗങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴും ഇതിൻ്റെ വിശദീകരണങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴും നമുക്ക് ഒരു വാക്ക് കിട്ടും. എന്താണ്? മിശിഹ ഇതെല്ലാം സഹിച്ച്. ഇപ്പം നമ്മൾ 24 വാക്യം വായിക്കത്തില്ലേ? ഈ ലുക്കായുടെ സുവിശേഷം 24-ാം അധ്യായം, ലുക്ക 24:28 വചനങ്ങൾ. മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? മിശിഹ ഇതെല്ലാം സഹിച്ച്. അപ്പോൾ രണ്ട് വാക്കോടെ വരുന്നുണ്ട്. ഒന്ന് സഹനമാണ്, സഹനദാസൻ. ഈ സഹനത്തിൻ്റെയൊക്കെ അവസാനം എന്താണ്? മഹത്വമാണ്. അപ്പം സഹനവും മഹത്വവും ക്രിസ്തുവിൻ്റെ ഒരു ക്രിസ്താനുഭവത്തിൻ്റെ രണ്ട് എൻഡുകളാണ്. ജീവിതത്തിൽ ഇതിങ്ങനെ ഉണ്ടാവും. ഇപ്പം നമുക്ക് സഹനകാലമാണിത്. പക്ഷേ സഹനകാലത്തെ നമ്മൾ ക്രിസ്തുവിനെ പ്രതി എടുത്തു കഴിയുമ്പോൾ അത് മഹത്വത്തിൻ്റെ കാലമായിട്ട് മാറും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:26 മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? അപ്പോൾ പുനരുത്ഥാനത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. അതിൻ്റെ എ പാർട്ടാണ് സഹനം, അതിൻ്റെ ബി പാർട്ടാണ് മഹത്വം.
അതായത് ക്രിസ്തുവിനുള്ളവൻ്റെ ഒരു ജീവിതം ഇങ്ങനെയാണ്. സഹന സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അവൻ മഹത്വത്തിൻ്റെ സാഹചര്യമായിട്ട് വിവേചിക്കും. മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പൗലോസ് തന്നെ പറയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൗലോസാണ് ഇതിൻ്റെ ആൾ. പൗലോസ് എന്നാ പറഞ്ഞത്? നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, അത് 8:18 റോമ എല്ലാം അതാണ്. ഒന്ന് പറഞ്ഞ്, നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകള് നിസ്സാരമാണ്. അവിടെ എന്ന വചനം കണ്ടില്ലേ? ഇതെല്ലാം ഇങ്ങനെയാണ്. ഈ കണ്ടാമൃഗവും ടിക് പക്ഷി എന്ന് പറഞ്ഞ പോലെ ചില ജന്മം കൊണ്ട് ഒരുമിച്ച് പോണ ജീവജാലങ്ങളില്ലേ, അതുപോലെയാണ് മഹത്വവും സഹനവും ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. അതാണ് ഈശോ എമ്മാവൂസിലെ ശിഷ്യന്മാരോട് പറഞ്ഞത്. നമ്മൾ 24-26 കണ്ടില്ലേ ലൂക്കാസ് വിശേഷം? മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? ഇപ്പം സഹനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, സി വെദർ യു ഹാവ് ഹോളി സ്പിരിറ്റ് ഓർ നോട്ട്, ഹൗ ക്യാൻ വി ഡിസേൺ? നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും പരിശുദ്ധാത്മാവുണ്ടോ ഇല്ലേ എന്നുള്ളത്? അതിൻ്റെ ഒരടയാളം ഇതാണ്. എപ്പോഴെങ്കിലും നമ്മുടെ സഹനത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, ഇതിൽ മഹത്വമുണ്ട് എന്ന് പറയും, ഇത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുക്കാം എന്ന് പറയും. അപ്പോൾ നമ്മൾ ക്രിസ്തു ഉണ്ടാവണം, അതാണ് പ്രശ്നം. നമ്മൾ പറയണതേ ക്രിസ്തു നമ്മൾ യേശുവിനെ രക്ഷകനും നാഥനും ദൈവവുമായിട്ട് ആരാധിക്കുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ അനുഭവ തലങ്ങളുണ്ടല്ലോ, ഫണ്ടാസ്റ്റിക്കാണ്. എല്ലാം ക്രിസ്തുവാണ്. അതല്ലേ പൗലോസ് പറയണത്? ക്രിസ്തു എല്ലാവരിലുമാണെന്ന് പറയണില്ലേ? എല്ലാവരിലുമാണ്. വ്യത്യസ്തങ്ങളായ നിറഭേദങ്ങളിൽ ക്രിസ്തു എല്ലാവരിലുമാണ്. അതല്ലേ നമുക്ക് ലഭിക്കാതിരിക്കുക. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അൾസർ വന്ന കാലത്തുണ്ടായ പ്രാർത്ഥനയാണിത്. പക്ഷേ പരിശുദ്ധാത്മാവ് പൗലോസിന് പറഞ്ഞ്, പൗലോസേ അൾസറാണ്, പക്ഷേ എടുത്തു മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. എടുത്തു മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ്? അപ്പോൾ പരിശുദ്ധാത്മാവ് അതിൻ്റെ കൂടെ പറഞ്ഞ കാര്യം ഇതാണ്, ഇതിലൂടെ നമുക്ക് മഹത്വം ഉണ്ടാക്കാം. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഓക്കെ. അതാണ് പൗലോസ് 8:18 പറയണത്, നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകള് നിസ്സാരമാണ്. പ്രിയ ദൈവവേദലേ, നീ ഒന്ന് പ്രാർത്ഥിച്ചേ അച്ഛനോട് കൂടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ എനിക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ വരുമ്പോഴേ പെട്ടെന്ന് എനിക്ക് അതിലൂടെ ലഭിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ആലോചന നൽകണമേ. ആലോചനയുടെ ആത്മാവേ എനിക്ക് വിവേചനം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ടാണ് പൗലോസ് നമ്മൾ 2 കൊറിന്ത്യൻസിലെ 12:9-10 വചനങ്ങളിലെ ഈ അൾസറിൻ്റെ കാലത്ത് വേദനയോടെ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം വേദനയുടെ തീവ്രത കാരണം വേദനയെ പിശാചെന്നാണ് വിളിച്ചത്. പിശാചിൻ്റെ ഈ ദൂതൻ എന്നെ വിട്ടുപോകാൻ വേണ്ടി കണ്ണീരോടെ എന്ന് പറയുമ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ കരഞ്ഞെന്നല്ല ഉറപ്പല്ലേ? വേദന കൊണ്ട് നമ്മൾ മാത്രമല്ല കരയണത്, അപ്പോസ്തലന്മാരും കരയും. വേദന വരുമ്പോൾ കരയും, ആരായാലും കരയും, വാ വിട്ട് കരയും. അപ്പം പിശാചിൻ്റെ ദൂതൻ എന്നെ വിട്ടുപോകാൻ വേണ്ടി കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് ഒരു സാന്ത്വനം കൊടുത്തു. എന്താ പറഞ്ഞെന്നറിയാവോ? ഈ വേദന ഞാൻ എടുത്തു മാറ്റിയാൽ നിൻ്റെ മഹത്വത്തെ അത് ബാധിക്കും. ഇതാണ് പ്രശ്നം.
ഈ വേദന ഞാൻ എടുത്തു മാറ്റിയാൽ നിൻ്റെ മഹത്വത്തെ അത് ബാധിക്കാം. അത് കൊണ്ട് ഐ ആം നോട്ട് ഗോയിങ് ടു ടേക്ക് ദിസ് പെയിൻ. ഞാൻ എടുത്തു മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് പറയും, നിനക്ക് ഇതിനെ സർവൈവ് ചെയ്യാനുള്ള, അത് ജീവിക്കാനുള്ള ഗ്രേസ്, കൃപ തരാം. എന്നിട്ട് പറയും, ദാറ്റ് വിൽ ബി ഇനഫ്. ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്ക് ഇതിനെ എല്ലാത്തിനും അതിജീവിക്കാൻ ഞാൻ നിനക്ക് കൃപ തരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് ഈശോ ഈ ലോകത്ത് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണ്? എല്ലാത്തിനും അതിജീവിക്കാൻ വേണ്ടിയുള്ള അന്ന് വരെ ഇല്ലാതിരുന്ന ദൈവിക ശക്തിയെ സൗജന്യമായി എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലേക്ക് ദൈവം ദാനമായി നൽകിയതാണ്. ശ്രുതികട ഹല്ലേലൂയ. ഇവിടെ വളരെ ശ്രദ്ധിച്ചിരിക്കണം എൻ്റെ സഹോദരങ്ങളെ. നമ്മളൊരു വലിയ പ്രസംഗത്തിലേക്ക് പോകുകയല്ല, ഒരു കാര്യവിചാരത്തിലേക്ക് പോവുകയാണ്. അതായത് പൗലോസിനോട് പറഞ്ഞത് രോഗാവസ്ഥയാണ്. ഇത് പറഞ്ഞത് രോഗം എടുത്തു മാറ്റാൻ ഉദ്ദേശിക്കണില്ല. കാര്യം അത് അവൻ്റെ മഹത്വത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഇവിടെ വെച്ചാണ് പൗലോസ് തിരിച്ചറിയണത്. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെന്ന് നമ്മൾ കണ്ടില്ലേ, 8:18 വചനം, റോമാലേഖനം. ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഈ നിസ്സാരമായിട്ട് തോന്നിയപ്പോഴാണ് ഈ കൃപ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ്. അതായത് നമ്മൾ പറയുന്ന 2 കൊറിന്ത്യൻസ് 12:9 വചനങ്ങളും മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു എന്ന് പറയുന്ന, നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പറയുന്ന വചനവും റോമ 8:18 വചനവും ലിങ്ക്ഡാണ്. അവിടെ എന്താ പറയണത്? നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ, ഇപ്പം പൗലോസ് നിനക്കെൻ്റെ കൃപ മതി എന്ന് പറയുന്ന സമയത്ത് കർത്താവ് കൊടുത്ത കൃപ കൊണ്ട് പൗലോസ് കിട്ടിയ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കഷ്ടത നിസ്സാരമായി പോയെന്ന. മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് കഷ്ടത നിസ്സാരമായി പോകുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ഏത് കഷ്ടതയായാലും, ഭർത്താവിൽ നിന്നായാലും ജീവിത പങ്കാളികളിൽ നിന്നായാലും എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നായാലും ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ, കഷ്ടതകളെ നിസ്സാരമായി തോന്നാൻ പറ്റുന്ന മഹത്വത്തെക്കുറിച്ചുള്ള വിചാരത്താൽ ലഭിക്കാതിരിക്കുന്ന ഇന്നത്തെ കഷ്ടതകളെ നിസ്സാരമാക്കുന്ന ജീവനത്തിന്റെ അഭിഷേകമായ എന്നെ നിറക്കണമേ. പ്രിയപ്പെട്ടവരെ, അതിന് താഴെയായി എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 2 കൊരിന്ത്യൻസ് 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ, ശ്രദ്ധിക്കുക, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്, ഏറ്റു പറഞ്ഞ്, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. മനസ്സിലാക്കണം, ക്രിസ്തുവിൻ്റെ ശക്തി ആവസിക്കാനുള്ളതാണ്. ആവസിക്കുന്ന സാഹചര്യമാണ് ഈ ബലഹീനമായ സാഹചര്യങ്ങൾ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ബലഹീനതയെ ഓർത്ത് പ്രശംസിക്കും. അതുകൊണ്ട് 10-ാമത്തെ വചനം, അതുകൊണ്ട് ബലഹീനതകളിലും, പ്രൈസ് ദി ലോർഡ്, ഏറ്റു പറഞ്ഞ്, ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. നമ്മൾ കേട്ട വചനം 2 കൊരിന്ത്യൻസ് 12:10 വചനങ്ങളാണ്. അപ്പം ബലഹീനതയിലും ആക്ഷേപങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. അപ്പോൾ ആ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാ? പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവാ.
ആ ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്താ? അതാണ് റോമ 8:18 വായിക്കുന്നത്. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വം ഈ ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെന്ന് പറയുന്നതാണ് പൗലോസ് ആ റോമ 8:18 ഇന്നത്തെ കഷ്ടതകളില്ലേ, അതാണ് 2 കൊറിന്ത്യർ 12:10 ആക്ഷേപങ്ങൾ, ഞെരുക്കങ്ങൾ ഒക്കെ ആയിട്ട് റോമ കൊറിന്ത്യൻസ് വിശദീകരിക്കണത്. അപ്പം നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞെരുക്കങ്ങളിൽ, ആക്ഷേപങ്ങളിൽ, ബലഹീനതകൾ, അതാ ഇന്നത്തെ കഷ്ടതകൾ. അപ്പം കഷ്ടതകൾക്ക് പല അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ പറയുകയാണ്. ഇപ്പം റോമ 8:18 കഷ്ടതകൾ നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ, അതിനകത്ത് എന്തൊക്കെ ഉണ്ട്? ആക്ഷേപങ്ങളുണ്ട്, ബലഹീനതയുണ്ട്, ഞെരുക്കമുണ്ട്. ഇതെല്ലാം എന്താണ്? തുലോനിസ്സാരമാണ്. എന്താണ്? ക്രിസ്തുവിനെ പ്രതി. ഏത് ക്രിസ്തു? മഹത്വപൂർണനായ ക്രിസ്തു. ക്രിസ്തുവിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കാനിരിക്കണതാണ്. അത് ഓർക്കുമ്പോൾ, അത് അനുഭവിക്കുമ്പോൾ, പുനരുദ്ധാനം ലഭിക്കാതിരിക്കുന്ന മഹത്വം ഈശോ എപ്പോഴും പറയവേ, അതായത് ഈ വിശ്വസിക്കുമ്പോൾ നമ്മൾക്ക് ഭാവി വർത്തമാനമാകുന്ന ഒരു ടെക്നിക്കുണ്ട്. വിശ്വസിക്കുമ്പോൾ ഭാവി വർത്തമാനമാകും. അപ്പോൾ ഈശോ പറയാനുണ്ടല്ലേ, അവൻ കണ്ണുകൾ ഉയർത്തി പാടശേഖരങ്ങൾ നോക്കിയിട്ട് പറഞ്ഞ് 4 മാസം കഴിയുമ്പോൾ കൊയ്ത്താകും. എന്നിട്ട് ഈശോ പറയും, അല്ല ഇപ്പോൾ തന്നെ ആയെന്ന് പറയും. അതെന്താണ്? വിശ്വാസം കൊണ്ട് ലഭിക്കാതിരിക്കുന്നത് ലഭിക്കുന്ന അനുഭവം കിട്ടും. പുനരുദ്ധാനത്തിൻ്റെ പ്രത്യേകത അതാണ്. നീ യേശുവിനെ സ്നേഹിച്ച് കഴിയുമ്പോൾ, നീ യേശുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ, നീ യേശുവിനെ പ്രത്യാശിച്ച് കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് നിന്നിൽ ഇതെല്ലാം അഭിഷേകമാക്കി മാറ്റുമ്പോൾ ലഭിക്കാതിരിക്കുന്നത് ഇപ്പം കിട്ടിയ പോലെ ആകുമ്പോൾ കഷ്ടത നിസ്സാരമാകും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അഭിഷേക ബുദ്ധി പ്രകാരമുള്ള ദൈവിക പുണ്യങ്ങളാൽ എന്നെ നിറച്ച് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഓർമ്മ, ഉദ്ധാനത്തെ കുറിച്ചുള്ള മഹത്വത്തെ കുറിച്ചുള്ള അനുഭവങ്ങളെ ഇപ്പം കിട്ടിയതുപോലെ അഭിഷേകം ചെയ്യണമേ. ക്രിസ്തുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്കൊരു അഭിഷേകം കിട്ടിയാൽ നമ്മളെപ്പോഴും ഇങ്ങനെ എല്ലാ കഷ്ടതകളെയും പുനരുദ്ധാനം കൂട്ടിയേ ചിന്തിക്കത്തുള്ളൂ. ക്രിസ്തുവിനെ അറിയാത്ത ഒരു മനുഷ്യനെന്ത് ചെയ്യും? അത് കാലക്കേടാണ്, ഗ്രഹപ്പിഴയാണ്, നമ്മുടെ വിധിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ക്രിസ്തുവില്ലാത്തൊരു ലോകത്തെ എല്ലാം വിധിയാണ്. ക്രിസ്തുവില്ലാത്ത ലോകത്തെല്ലാം ഗ്രഹപ്പിഴയാണ്. ക്രിസ്തുവില്ലാത്ത ലോകത്തെ എല്ലാം കാലക്കേടാണ്. അങ്ങനെയായിരുന്നു ഈ കാലത്ത്, ഒരു കാലത്ത്. അപ്പം ക്രിസ്തുവിനെ അനുഭവിച്ച് കഴിയുമ്പോൾ ഇതിനെല്ലാത്തിനും ഒരു സമാധാനമാകും. അതാണ് ക്രിസ്തു സമാധാനമാണെന്ന് പറയണത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം തെറ്റിദ്ധാരണ, ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ 2 കൊറിന്ത്യർ 12:10 കണ്ടില്ലേ, അതായത് ആക്ഷേപങ്ങൾ, ഞെരുക്കം, ബലഹീനത, ഇതെല്ലാം ആണ് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ റോമ 8:18 അനുസരിച്ച് നിസ്സാരമാകണത്. ഈ നിസ്സാരമാകണത് ആ അനുഭവം ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ സംഭവിക്കുന്ന പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ഒരു മുന്നാസ്വാദനത്തിൽ ലഭിക്കുന്നതാണ്. ഈ എപ്പോഴും നമുക്ക് വേദന വരുമ്പോൾ പുനരുദ്ധാനത്തെക്കുറിച്ച് മുന്നാസ്വാദനത്തിന് സാധ്യതയുണ്ടെന്ന് എൻ്റെ ദൈവവേദന മനസ്സിലാക്കണം. ഇപ്പം ഇതിനകത്തൊരു ചെറിയ വിഷയമുള്ളത്, ഇപ്പം അവൻ നിന്ദിക്കപ്പെട്ടു. ഇപ്പം ഐസയ 53:4 അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചില്ല. അത് അപമാനിച്ചു. നമ്മുടെ വേദനകളാണ് അവൻ യഥാർത്ഥത്തിൽ വഹിച്ചത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. Praise the Lord. Hallelujah. യേശുവേ സ്തോത്രം. ഐസയ 53:10 അവന് വേദനയുടെ സമയത്ത് തന്നെയാണ്
പാപപരിഹാര ബലിയായി തന്നെ ജനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്ന സമയത്താണ് ഈ സഹനദാസൻ തൻ്റെ വേദനയ്ക്കുള്ള പ്രതിഫലങ്ങളെ കാണുന്നത്. തൻ്റെ പുനരുത്ഥാനത്തിൽ അനേകം മക്കൾ പുനരുത്ഥാനം ചെയ്തു വരുന്നത് മഹാകാഴ്ചയാണ് അവൻ കാണുന്നത്. അവൻ ദീർഘായുസ് പ്രാപിക്കുകയാണ്. അവന് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ പ്രവേശിക്കുന്നതായിട്ടുള്ള ഉത്ഥാനത്തിൻ്റെ മുന്നാസ്വാദനങ്ങൾ സഹനത്തിൻ്റെ ദാസൻ്റെ ഉള്ളിൽ വരുമ്പോൾ അവൻ്റെ സഹനം നിസ്സാരമായി പോകുന്ന മഹാസംഭവങ്ങളെയാണ്. ഉണങ്ങി നിൽക്കും. വരണ്ടകാലം, വെള്ളമില്ലാത്ത ഒരവസ്ഥ. ജീവിതത്തിൻ്റെ ചില കാലങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പോലും തോന്നാത്ത കാലമുണ്ടാവും. ദൈവത്തിൻ്റെ സാന്നിധ്യം പോലും തോന്നാത്ത കാലം, വേദന മാത്രം ഉണ്ടാകുന്ന കാലമുണ്ട്. വേദന മാത്രം ഉണ്ടാകുന്ന കാലം, ദൈവത്തിൻ്റെ സാന്നിധ്യം പോലും ഉണ്ടാകാത്ത കാലമെന്ന് നമ്മൾ അനുഭവിക്കുമ്പോഴും ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങനെയുള്ള സമയത്തും ദൈവവേദനെ ഞാൻ നിൻ്റെ അരികിലൂടെ കടന്നു പോകുന്നുണ്ട്. കാര്യം ഈ സഹനദാസിൻ്റെ ചോരയും അവൻ്റെ മുറിവുകളും വ്രണവും പോലെ തന്നെയാണ് ജെറുസലേമിനെക്കുറിച്ച് പറയുമ്പോഴേ ഈ സഹനദാസിന് 2 തലമുണ്ടെന്ന് ചില സമയത്ത് എനിക്ക് വെറുതെ തോന്നിപ്പോകും. ഞാൻ ദൈവശാസ്ത്രമായിട്ട് ആ വിഷയത്തിൽ ആരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്നാലും എൻ്റെ മനസ്സിൽ എൻ്റെ വ്യക്തിപരമായ ആധ്യാത്മിക പരിപോഷണത്തിന് വേണ്ടി ചിലപ്പോൾ സമയത്ത് പ്രാർത്ഥനപരമായിട്ട് ഞാൻ ചിന്തിച്ച കാര്യം നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ നല്ല കാര്യം. അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഈ സഹനദാസൻ്റെ സമയത്ത് തന്നെയാണ് എപ്പോഴും ഒരു പുനരുത്ഥാനത്തിന് മുന്നാസ്വാദനത്തിന് സാധ്യതയുണ്ട്. ദൈവത്തെ നമ്മൾ കാണുന്നില്ല. ഈ വേദനപ്പെടുന്ന സമയത്ത് ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് തോന്നുന്ന സമയത്ത് തന്നെ ദൈവം കടന്നു പോകുന്ന ഭാഗമുണ്ട്. സഹനദാസൻ 2 തലങ്ങളുണ്ട്. ഒന്ന് കർത്താവിനെ പ്രതി അല്ലെങ്കിൽ ദൈവത്തെ പ്രതി സഹിക്കുന്നവരും സഹനദാസന്മാരാണ്, വിശ്വാസികൾ. പിന്നെ പാപപരിഹാര ബലിയായിട്ട് അർപ്പിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പുത്രനും കർത്താവ് യേശുക്രിസ്തുവും സഹനദാസനാണ്. അപ്പം നമ്മൾ വിശ്വാസികളുടെ തലത്തിൽ സഹനദാസന്മാരാകുമ്പോഴും നമ്മുടെ വേദന, രോഗങ്ങൾ, നമ്മുടെ പീഡകൾ, ഞെരുക്കങ്ങൾ, സങ്കടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ബലി പോലെ സമർപ്പിക്കപ്പെട്ടിട്ട് തിരിച്ച് നമുക്ക് നിന്ദ, അപമാനങ്ങളും ഒറ്റിക്കൊടുക്കലും തള്ളിപ്പറച്ചിലും ഒക്കെ അനുഭവിച്ചു വരുമ്പോൾ വി വിൽ ബിക്കം ദ സഫറിംഗ് സെർവൻറ്റ്. നമ്മളും അതുപോലെ സഹനദാസന്മാരാകും. പക്ഷേ ആ സമയത്തെല്ലാം ദൈവം കടന്നു പോകുന്നുണ്ട്. എസെക്കിയേലിലേക്ക് നമുക്ക് വരാം. എസെക്കിയേലിലേക്ക് വരുമ്പോഴേ ഈ സഹനദാസൻ്റെ കാലം ഇവിടെ ചോരേപ്പുരുണ്ട്. 53 കിടക്കുന്നത് സഹനദാസിന് പകരം ഒരു വിശ്വാസി ജെറുസലേം ഒരു ദൈവപൈതലെ കിടക്കുന്നതിനെക്കുറിച്ച് ദൈവജനത്തിന് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഒരു സഹനദാസൻ്റെ അതേ പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസിയെക്കുറിച്ചാണ് ഐസയ പറയണത്. അത് അവിശ്വസ്തയായ ജെറുസലേമിനെ കുറിച്ചാണെങ്കിലും ബേസിക്കലി ജെറുസലേം ഒരു വിശ്വാസിയാണ്, വിശ്വാസ സമൂഹത്തിന് പ്രതീകമാണ്. ഇപ്പം എന്നാ സംഭവിച്ചിരിക്കുന്നത്? ഞാൻ നിൻ്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ, എസെക്കിയേൽ 16:6, ഞാൻ നിൻ്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ടു, നിന്നോട് പറഞ്ഞു ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. അതായത് സഹനദാസൻ്റെ സമയം നമ്മൾ പരീക്ഷീണനായി കിടക്കുന്ന സമയത്താണെങ്കിൽ പോലും ചില സമയത്ത് ദൈവം കടന്നു പോകും. എന്നിട്ടൊരു ആശീർവാദം അത് തരത്തുള്ളൂ. ആശീർവാദം നമ്മൾ തൊടുക പോലും ഇല്ല, ഒരു ആശീർവാദം തരും. ചില സമയത്ത് അങ്ങനെ നമുക്ക് നിങ്ങളെ ജീവിതത്തിന് അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ദൈവം തൊടുന്നില്ല, ദൈവം എൻ്റെ രോഗത്തെ സുഖപ്പെടുത്തണില്ല, പക്ഷേ യു വിൽ ഗെറ്റ് എ ബ്ലെസ്സിങ്. എന്നിട്ട് എന്താ പറയണത്? ജീവിക്കുക. അപ്പോൾ ഈ ചെടി, ഞാൻ ഈ വചനം 2 കൂടി എടുക്കാൻ കാരണം എന്താ പറയുക? ഇപ്പോൾ ഐസയ 53:2 തൈച്ചെടി പോലെ വളരുക എന്ന് പറയുന്ന, അവൻ വളർന്നു എന്ന് പറയുന്ന ഐസയ 53:2 എസെക്കിയേൽ 16:7 6 എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ രണ്ടും ഇതുപോലെ സഹനദാസനെ ചെടി പോലെ ഉപമിക്കുന്ന ഉപമകളാണ്. പക്ഷെ അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഞാൻ നിൻ്റെ അടുത്തിലൂടെ കടന്നുപോയി. എസെക്കിയേൽ 16:6, അപ്പോൾ സഹനദാസനെ പോലെ തന്നെയാണ് നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് ഞാൻ കണ്ടു, നിന്നോട് പറഞ്ഞു ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. പിന്നെ ഇങ്ങോട്ട് വരണം എന്താണെന്നറിയാവോ? ആ കാലമെല്ലാം കഴിഞ്ഞു പോകും. ഏത് സഹനത്തിൻ്റെ കാലവും കഴിഞ്ഞു പോകും. സഹനത്തിൻ്റെ കാലം കഴിയുമ്പോൾ വിവാഹത്തിൻ്റെ കാലം വരുമെന്നാണ് പറയണത്. ഇതൊരു ഭയങ്കര സംഭവമാണ്. വിവാഹം എന്ന് പറയുന്ന ബൈബിൾ നിങ്ങൾക്ക് അറിയാമല്ലോ.
ഇപ്പം താഴെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ വീണ്ടും നിൻ്റെ അടുക്കലൂടെ, എസെക്കിയേൽ 16:8, ഞാൻ വീണ്ടും നിൻ്റെ അടുക്കലൂടെ കടന്നു പോയി നിനക്ക് വിവാഹപ്രായമായെന്ന് മനസ്സിലാക്കി. എൻ്റെ മേലെങ്കിൽ കൊണ്ട് നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എൻ്റേതായി തീർന്നു. എസെക്കിയേൽ 16:8 മുതലുള്ള വചനങ്ങൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ് തൈലം പൂശും. മക്കളെ, ഇതാണ് രക്തത്തിൻ്റെ, വേദനയുടെ, രോഗത്തിൻ്റെ, കഷ്ടതയുടെ, ഞെരുക്കത്തിൻ്റെ, ബലഹീനതയുടെ ഒരു കാലം. ഇതെല്ലാം കഴുകി മാറ്റപ്പെടും. ഇതെല്ലാം നിൻ്റെ ദൈവത്തിന് വേണ്ടി നീ അനുഭവിച്ച് സുവിശേഷ സാക്ഷിയായി നിൽക്കുമ്പോൾ ഇതെല്ലാം കഴുകി മാറ്റപ്പെടുന്ന കാലമുണ്ടെന്നാണ് പറയണത്. എസെക്കിയേൽ 16:7, 16:9. അങ്ങനെ നീ എൻ്റേതായി തീർന്നു. ദൈവമായ കർത്താവ്, ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എൻ്റേതായി തീർന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ് തൈലം പൂശി. ഞാൻ നിന്നെ ചിത്രത്തിനുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, തുകൽച്ചെരിപ്പുകൾ അണിയിച്ചു, ചണച്ചരട് അരയിൽ കെട്ടുകയും പട്ടുടുപ്പ് അണിയിക്കുകയും ചെയ്തു. 11, ഞാൻ നിന്നെ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു, കൈകളിൽ വളയും കഴുത്തിൽ മാലയും ഇട്ടു. ഞാൻ നിന്നെ മുക്കുത്തിയും കമ്മലുകളും ധരിപ്പിച്ചു, നിൻ്റെ തലയിൽ മനോഹരമായ കിരീടം ചാർത്തി. സ്വർണവും വെള്ളിയും കൊണ്ട് നിന്നെ ഞാൻ അലങ്കൃതയാക്കി. നേർത്ത ചണവും പട്ടും ചിത്രത്തിനുള്ള വസ്ത്രവും ഞാൻ നിൻ്റെ വേഷം. നേർത്ത മാവും തേനും എണ്ണയുമായിരുന്നു നിൻ്റെ ആഹാരം. നീ അതീവ സുന്ദരിയായി വളർന്ന് രാജകീയ പ്രൗഢി ആർജിച്ചു. സൗന്ദര്യം കൊണ്ട് നീ ജനതകളുടെ ഇടയിൽ പ്രശസ്തയായി. ഇത് തിരിച്ചു വരുന്നത് ഒരു മണവാട്ടിക്കടുത്ത വേഷഭൂഷാദികളോടെ ദൈവം തൻ്റെ സന്തതിയെ അണിയിച്ചൊരുക്കുന്നതാണ്. എല്ലാ ക്ലേശങ്ങളിലെ അവസാനം നമ്മൾ ഈ വചനങ്ങൾ ഇത് നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? ഇന്നത്തെ കഷ്ടതകൾ തുലോനിസാൽ നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെന്ന് പറഞ്ഞ വചനം തുടങ്ങിയതാണ്. ഇത് അവസാനിക്കുക എവിടെയാണ്? വെളിപാടിലാണ്. ഈ അത് ക്ലേശങ്ങളിൽ ആരംഭിക്കുന്നു, മഹത്വത്തിൽ അവസാനിക്കുന്നു. നീ മണവാട്ടിയായ നിൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് എല്ലാം കർത്താവിൻ്റെ മണവാട്ടിയായി മാറുന്ന സമയത്ത് നീ കിരീടം ധരിക്കപ്പെടുന്നു. കൃപയാലും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ നാനാജാതി ആഭരണങ്ങൾ കൊണ്ടാണ് ആത്മാവിനെ ദൈവം പൊതിയുന്നത്. അതുകൊണ്ട് കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന് അതിമനോഹരമാണ്. അവിടെ കുഞ്ഞാടിൻ്റെ മണവാട്ടിയായി നിൽക്കുന്നത് സഭയാണെന്ന് ഓർക്കണം. സഭയെന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വാസിയാണ്. ദൈവവേദരെ നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കഷ്ടതകൾ തുറവ് നിസ്സാരമാണ്. പുനരുദ്ധാനമാണ് ഒരു വിശ്വാസം ധ്യാനിക്കേണ്ട അടിസ്ഥാന വിഷയം. കർത്താവിനോട് കർത്താവേ ഞങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കഷ്ടതകളെ നിസ്സാരമായി കരുതാനുള്ള ദൈവിക കൃപയാൽ ഞങ്ങളെ നിറക്കണമേ. മഹത്വത്തിന്റെ മഴവില്ലും വിവാഹ വസ്ത്രവും കൊണ്ട് ഞങ്ങളെ നിറക്കുമ്പോഴേ അതുവരെ കർത്താവേ നീ കടന്നു പോകുന്നത് ഒരു ആശീർവാദം മാത്രമാണ് നൽകണമെന്നും തിരിച്ചറിയാനുള്ള സമയം വരുമ്പോഴേ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പ്രിയമുള്ളവർ, രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. രോഗാതുരായിട്ടുള്ള മക്കളെ ശരീരത്തിന് വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ, തൊണ്ടയിൽ അസുഖമുള്ളവർ തൊണ്ടയിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികളെ ശ്വാസകോശത്തിൽ ഈശോനാമത്തിൽ കൈവെക്കുക. ഹൃദയത്തിന് വാൽവിന് കേടുള്ളവർ, തടസ്സമുള്ളവർ, ബ്ലോക്കുള്ളവർ നെഞ്ചിൽ കൈവെക്കുക.
പാങ്ക്രിയാസിന് വിഷമമുള്ളവർ പാങ്ക്രിയാസിൻ്റെ അവിടെ നെഞ്ചിന് താഴെ കൈവെക്കുക. കരളിന് അസുഖമുള്ളവർ നെഞ്ചിന് കൊമ്പിന് കൈവെക്കുക. വെറുതെ അല്ല കൈവെക്കേണ്ടത്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തിലാണ് കൈവെക്കേണ്ടത്. നമുക്ക് നേരത്തെ ഉള്ള സാക്ഷ്യങ്ങൾ നമുക്കിവിടെ ഉണ്ട്. ഈ സമയത്താണ് വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് സ്പർശിക്കുന്ന സമയം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ശ്വാസകോശ, അതുപോലെ തന്നെ കിഡ്നി അസുഖങ്ങൾ, തൈറോയ്ഡ്, അതുപോലെ തന്നെ പിസ്സുല അസുഖങ്ങൾ, PCOD അസുഖങ്ങൾ, ഗർഭാശയത്തിൽ സിസ്റ്റ്, മൂത്രാശയത്തിൽ കല്ല്, അർസസ് രോഗികൾ, അൾസർ രോഗികൾ ഒക്കെ എല്ലാം അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. യേശുനാമത്തിൽ കൈവെക്കുക. സർവാംഗം പല രോഗികളുണ്ടെങ്കിൽ അവർ കൈകൾ കൊണ്ട് ശരീരം പൊതിഞ്ഞ് സ്വസ്തികയിൽ കർത്താവിൻ്റെ നാമത്തിൽ ശരീരം പൊതിയുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഉള്ളംകാലം മുതൽ ഉച്ചവരെ രോഗമുള്ളവരാണ് ഇങ്ങനെ കൈവെക്കേണ്ടത്. നടുവേദനയുള്ളവർ നടുവിന് കൈവെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാകുമ്പോൾ ഈശോ അത് സുഖപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥികർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത്ത് കരത്താൽ ശരീരത്തിന്റെ വ്യത്യസ്ത രോഗങ്ങളെ സ്പർശിക്കണമേ. കർത്താവേ, എന്നോട് കൂടെ ഈ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന ഓരോ രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ, വിശുദ്ധ രക്തത്താൽ കാലം മുതല് ഉച്ചവരെ തളിക്കണമേ. നടുവിലെ വേദനയും കിഡ്നിയുടെ രോഗങ്ങള് ഈശോ സ്പർശിക്കണമേ. രോഗങ്ങള്, രോഗങ്ങള്, രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മകളെ ജീവിത പങ്കാളിയുമായി പിരിഞ്ഞു നിൽക്കുന്നവരെ, മക്കളില്ലാത്തവർ, മക്കൾക്ക് രോഗമായി കിടപ്പിലായി പോയവർ, കോവിഡ് രോഗം ബാധിച്ചിട്ടുള്ളവർ, അതുപോലെ തന്നെ ക്വാറന്റൈൻ കഴിയുന്നവർക്ക് സംശയമുള്ളവർ, ഇങ്ങനെ വ്യത്യസ്തമായ രോഗികളെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇതുപോലെ ജോലി ഇല്ലാത്തവർ, സാമ്പത്തിക ബാധ്യതയുള്ളവർ, കടങ്ങൾ പെരുകിയിരിക്കുന്നവർ, ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാത്തവർ, പഠനത്തെക്കുറിച്ച് പ്രതിസന്ധി അനുഭവിക്കുന്നവർ, സ്ഥലമില്ലാത്തവർ, വീടും വഴിയുമില്ലാത്തവർ, ബന്ധങ്ങൾ തമ്മിൽ ചേർച്ചക്കുറവുള്ളവർ, വഴക്കുള്ളവർ, കോടതി കേസുള്ള അവിടെ എല്ലാം കർത്താവിന്റെ ശക്തി ലഭിക്കാൻ വേണ്ടി, അവർക്കെല്ലാം വിടുതൽ ലഭിക്കാൻ വേണ്ടി, ആശ്വാസം ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അത്ഭുതമായ നാമത്തിന് സ്തോത്രം കർത്താവേ. യേശുവേ, വിശുദ്ധമായ രക്തത്തെ മക്കളെ സ്പർശിക്കണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ എല്ലാ ബന്ധനങ്ങളും യേശു നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവേ, യേശുവേ, തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോ പെയ്യട്ടെ, പെരുമഴ പോ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സമാപന ആശീർവാദത്തിലേക്ക് നിങ്ങൾ ഒരുങ്ങുക. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, ഇപ്പം നിങ്ങളുടെ കുടുംബവും ജീവിതവും അനുഭവിക്കുന്ന രോഗങ്ങളോ വ്യക്തിപരമായ ജീവിത പ്രയാസങ്ങളോ, നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, വണക്കമാസത്തിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഓൺലൈൻ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ആരാധന ആശീർവാദ നിമിഷം സമർപ്പിക്കേണ്ടതാണ്. കൃപാസനത്തിലെ മെയ് 1 മുതൽ ഓൺലൈൻ ഉടമ്പടി ലോകത്ത് എവിടെ ഇരുന്നും നിങ്ങൾക്ക് പരിശുദ്ധ അമ്മ കൃപാസനം പരിശുദ്ധ അമ്മയുടെ അമ്മ സന്നിധാനത്തിൽ ഉടമ്പടി ചെയ്യാൻ കഴിയും. നിങ്ങൾ കൃപാസനം മരിയൻ ഷ്രൈൻ .com പ്രവേശിച്ചാൽ മതി, വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ മതി. അവിടെ മരിയൻ ഓൺലൈൻ ഉടമ്പടി എന്ന് കിടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക്
ഉടമ്പടി ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യണ അതേ കൃപ കർത്താവ് നിങ്ങൾക്ക് തരും. കൃപ അനുഗ്രഹം ലഭിച്ചവരെല്ലാം ഉടനെ കൃപാസനത്തിൽ ഇമെയിലേക്ക് നിങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ അയച്ചു തരേണ്ടതാണ് ദൈവനാമമഹത്വത്തിനായിട്ട്. ഇന്ന് 5 മണിക്കാണ് വണക്കം തുടങ്ങുന്നത്. എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും 11:30 ഉടമ്പടി മരിയൻ ഉടമ്പടി ധ്യാനവും ആരാധനയും. എല്ലാ ഞായറാഴ്ചയും 7 മണിക്ക് രാവിലെ വിശുദ്ധ കുർബാനയും ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓൺലൈൻ ഉടമ്പടി ചെയ്യാത്ത സഹോദരങ്ങൾ എത്രയും വേഗം ചെയ്ത് കൃപ പ്രാപിക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ശിരസ് നമിച്ച് സമാപന ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ ആവേ ആവേ